ഹലോ. അപ്പോഴേ ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ മധുരയിലാണ് നിൽക്കുന്നത്. മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് രാമേശ്വരത്തേക്കാണ് പോകുന്നത്. രാമേശ്വരത്ത് പുതുതായിട്ട് പാമ്പൻ പാലമെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസമായി ഓപ്പൺ ആയിട്ട്. അപ്പോഴും മുതലേ വരണം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. പക്ഷേ ഓരോരോ കാര്യങ്ങളായിട്ട് അത് നടക്കുന്നില്ല. അപ്പോഴെന്തായാലും ഇന്ന് ആ ഒരു റൂട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഇനി ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം 1:50 അതുവരെ ഈ ഒരു മധുര റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് കിടന്ന് കറങ്ങണോ അതോ ഇവിടെ നിന്നും ബസ് കയറി രാമേശ്വരത്ത് പോയിട്ട് പിന്നെ നമുക്ക് പാമ്പൻ പാലത്തേക്ക് യാത്ര ചെയ്യണമെന്ന് ആലോചിക്കുവാണ്. അപ്പോഴെന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് സൗകര്യം നോക്കിയിട്ട് ചെയ്യാം. ഞാൻ ഇങ്ങോട്ടേക്ക് ട്രെയിനിലാണ് വന്നത്. ഞാൻ വന്നത് അമൃത എക്സ്പ്രസ്സിലാണ്. അത്യാവശ്യം നീറ്റായിട്ടുള്ള വണ്ടിയാണ്. ഈ അമൃത എക്സ്പ്രസ് രാമേശ്വരം വരെ നീട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം സമയമൊന്നും കറക്റ്റ് ആവാൻ സാധ്യതയില്ല, എനിക്ക് തോന്നുന്ന കാര്യമാണേ. അപ്പോഴെന്തായാലും ഞാൻ ഇവിടം വരെ വന്നതിന് ടിക്കറ്റ് ചാർജ്, സ്ലീപ്പറിന് തത്കാലിന് ടിക്കറ്റ് ചാർജ്, എനിക്ക് സ്ലീപ്പർ ഡയറക്റ്റ് കിട്ടിയില്ല, തത്കാലാണ് എടുത്തത്. തത്കാലിന് 430 രൂപയാണ് ചാർജ്, കൊല്ലത്ത് നിന്നും ഇവിടം വരെ വന്നതിന്, മധുര വരെ വന്നതിന്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 8:30 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. പിറ്റേന്ന് രാവിലെ 10 മണി അടുപ്പിച്ച് മധുരയിലെത്തും. ഈ ഒരു ട്രെയിനിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അലച്ചിലില്ലാതെ യാത്ര ചെയ്യാം. രാത്രി യാത്ര ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി യാത്ര ചെയ്ത് വരാൻ സാധിക്കും. അങ്ങനെ രാത്രി യാത്രയെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തമിഴ്നാടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്ത് വരാം. അതിവിശാലമായിട്ടുള്ള വയൽ പ്രദേശങ്ങളും കൃഷിയിടങ്ങളും പിന്നെ ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളെല്ലാം കാണാൻ സാധിക്കും. പിന്നെ മധുര റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് വൈഗാ നദിയുണ്ട്. മധുര റെയിൽവേ സ്റ്റേഷൻ എത്താറാകുമ്പോഴത്തേക്കും വൈഗാ നദി. അപ്പോഴാ ഒരു വൈഗാ നദിക്കര എന്ന് പറയുന്നത് കാണുവാനൊരു പ്രത്യേക ഫീലാണ്. എന്ന് വെച്ചാൽ തുണി അലക്കി ജീവിക്കുന്നവരും പിന്നെ കന്നുകാലി മേയ്ക്കുന്നവരും അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ആ ഒരു വൈഗാ നദിക്കരയിൽ കാണാൻ സാധിക്കും. അപ്പോഴങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ മധുര റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. മധുര റെയിൽവേ സ്റ്റേഷനിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രിക് കാറെല്ലാം ഉണ്ട്. അതിൽ കയറുന്നതിന് 20 രൂപയാണ് ചാർജ്. പെയ്ഡ് വെയിറ്റിംഗ് റൂമുണ്ട്. 1 മണിക്കൂറത്തേക്ക് 20 രൂപയാണ്. അവിടെ നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് വരാം. ക്ലോക്ക് റൂം സംവിധാനം എല്ലാം ഉണ്ട്. ക്ലോക്ക് റൂം സംവിധാനം എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തേക്ക് 24 മണിക്കൂറത്തേക്ക് 15 രൂപയാണോ 20 രൂപയാണോ അങ്ങനെ എന്തോ ഒരു ചാർജാണ്. ഞാൻ മുമ്പ് അവിടെ ബാഗ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ബാഗ് അവിടെ നിന്ന് വെച്ചില്ല. ഞാൻ ബാഗിൻ്റെ തോളത്ത് തന്നെ ഇട്ടിരിക്കുവാണ്. എന്തായാലും നമുക്കിനി രാവിലെ എന്തെങ്കിലും കഴിക്കണം. കഴിച്ചതിന് ശേഷമേ നമുക്ക് ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഇതാണ് മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ശരിക്കും ഫ്രണ്ട് സൈഡ്. റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുവാണ്, കണ്ടില്ലേ. അതുകൊണ്ട് പ്രോപ്പർ ബിൽഡിംഗ് ഒന്നും നല്ലതുപോലെ കാണാൻ സാധിക്കുന്നില്ല. അത് അവിടെയായിട്ട് മധുരൈ ജംഗ്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോഴെന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ നമ്മൾ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തെ ഇവിടെയായിട്ടൊരു സിനിമാ തിയേറ്റർ കാണാം. ഈ തിയേറ്ററിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഈ വഴിയാണ് നേരെ മധുര മീനാക്ഷി അമ്മൻ കോവിലിലേക്ക് പോകുന്നത്. ഞാൻ കുറേ വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴത്തെ ഇവിടെയായിട്ട് നോക്കിയ ഒരു ബോർഡ്, കട്ടിങ് 99 രൂപ, ഷേവിങ് 49 രൂപ. മൊബൈൽ റീചാർജ് പോലെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഒരു സെറ്റ് പൂരി 50 രൂപയും ഒരു ചായക്ക് 20 രൂപയും. നല്ല ചായ ആയിരുന്നു കേട്ടോ, നല്ല മധുരമുള്ള അടിപൊളി ചായ, ഇഞ്ചിയൊക്കെ ഇട്ട ചായ, സൂപ്പർ ചായ ആയിരുന്നു. പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ 164 174 കിലോമീറ്റർ എന്ന്. ഈ മധുരയിൽ നിന്നും രാമേശ്വരം വരെ പോകുന്നതിന് 174 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്നും ഈ മധുര റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയായിട്ട് പെരിയാർ ബസ് സ്റ്റാൻഡുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ MGR ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടും. MGR ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് രാമേശ്വരത്തേക്ക് പോകുന്ന ബസ്സുള്ളത്. MGR ബസ് സ്റ്റാൻഡിൻ്റെ വേറൊരു പേരാണ് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ്. അപ്പോഴെന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ ഞാൻ മധുരയിലെ തെരുവുകളിലൂടെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കടകളെല്ലാം ആക്റ്റീവായി വരുവാണ്. കടകളിലേക്ക് ലോഡെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെയായിട്ട് നോക്കേ, പൊറോട്ട കല്ലിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുകളിലായിട്ടാണ് കല്ല് വയ്ക്കുന്നത്. കല്ല് വെച്ച് പൊറോട്ട എല്ലാം ചുടുന്ന കല്ലാണ്. ഇതെവിടെയായിട്ട് നോക്കേ, സൈക്കിൾ റിക്ഷ. സൈക്കിൾ റിക്ഷയിൽ ഞാൻ മുന്നേ കയറിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പെരിയാർ ബസ് സ്റ്റാൻഡിൻ്റെ പുറകുവശം. അങ്ങനെ നമുക്ക് ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറാം. ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. വണ്ടികളിങ്ങനെ ചറപറ വന്നുകൊണ്ടിരിക്കും. ഈ ബസ് MGR ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സാണ്. നമ്മൾ അകത്തേക്ക് പോകുമ്പോഴത്തേക്ക് ആ ബസ് പോയില്ലെങ്കിൽ അതിൽ കയറാം. ഇല്ലെങ്കിൽ എപ്പോഴും ബസ്സുണ്ടേ, ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണെന്ന്. വണ്ടികളിങ്ങനെ ചറപറ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തെ എവിടെയും കണ്ടില്ലേ സൈക്കിൾ റിക്ഷ നിർത്തിയിട്ടിരിക്കുന്നത്. മധുരൈ മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ പരിസരത്ത് കുറച്ചധികം സൈക്കിൾ റിക്ഷകളുണ്ട്. പെരിയാർ നിലയം ബസ് സ്റ്റാൻഡിൻ്റെ പുതിയ ബിൽഡിംഗാണ് ഈ കാണുന്നത്. ഇതിനപ്പുറത്തെ സൈഡിലായിട്ടാണ്
ബസ് സ്റ്റാൻഡ് ഉള്ളത്. ബസ്സൊക്കെ നിർത്തുന്ന ഭാഗം അപ്പുറത്താണ്. ഇവിടെയായിട്ടൊരു മുസ്ലിം പള്ളിയുടെ വലിയൊരു സ്തൂപം എല്ലാം കാണുന്നുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഇവിടെ തന്നെ ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ രാമേശ്വരത്തെ കാര്യം എങ്ങനെ ആയിരിക്കും? രാമേശ്വരം എപ്പോഴും ചൂടായിരിക്കും. അപ്പോൾ എന്താണെന്നൊരു പിടിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെയായിട്ട് മധുരൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രെയിനിൽ വരുമ്പോൾ കണ്ടായിരുന്നു ഫ്ലൈറ്റ് ഇങ്ങനെ കറങ്ങി എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോഴെനിക്ക് തോന്നുന്നു ഈ മധുരൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയതായിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്നും ഉയർന്നു പൊങ്ങിയതായിരിക്കാം. ഇതാകണ്ടല്ലേ പെരിയാർ ബസ് സ്റ്റാൻഡ് റൈറ്റ്. എന്തായാലും ഫുട്പാത്ത് എല്ലാം നല്ല നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇവിടെ നിന്നും രാമേശ്വരത്തേക്ക് ഉച്ചയ്ക്ക് ശേഷം 1:50 മധുരയിൽ നിന്ന് പോകുന്ന ട്രെയിന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത്രയും നേരം വരെ ഇവിടെ നിൽക്കുന്നില്ല. ഇപ്പോഴും സമയം 10:45 ആയതേ ഉള്ളൂ രാവിലെ. ഇനിയും ഏകദേശം 2-2.5 മണിക്കൂറോളം ഉണ്ട് 1:50 ആവാൻ. അതുകൊണ്ട് എന്തായാലും ആ ഒരു ട്രെയിനിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഇവിടെ നിന്നും MGR ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്നും ബസ് കയറി നമുക്ക് രാമേശ്വരത്തേക്ക് പോകാം. അപ്പോഴെനിക്ക് തോന്നുന്നു ഒരു 3 മണി 3:30 ആകുമ്പോഴത്തേക്കും രാമേശ്വരം എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോഴവിടെ ഇറങ്ങി നമുക്ക് റൂമൊക്കെ എടുത്തതിന് ശേഷം ഈ മധുരയിൽ നിന്നും ഓടി വരുന്ന ആ ഒരു ട്രെയിൻ പാമ്പൻ പാലത്തിന് മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമല്ലോ, അത് നമുക്ക് റോഡ് ബ്രിഡ്ജിൽ നിന്നും റെയിൽവേ ബ്രിഡ്ജിലേക്ക് നോക്കാം. അത് നല്ല വ്യൂ ആണ്. അതൊക്കെ ഒന്ന് കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് തിരികെ 6:15 രാമേശ്വരത്ത് നിന്നും മധുരയിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് പാമ്പൻ പാലത്തിന് മുകളിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്യാം. അതാണ് എൻ്റെ നിലവിലെ പ്ലാൻ. എന്തായാലും നമുക്ക് ഇവിടെ നിന്നും ഈ പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും MGR ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. അങ്ങനെ ഞാൻ നടന്ന് പെരിയാർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുവാണ്. ഇവിടെ മണിയൊക്കെ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, പള്ളിമണി. 11 മണിയോ? 11 മണിക്ക് ഇനിയും സമയമുണ്ടല്ലോ. 11 മണിക്കുള്ള മണി അടിച്ചത്. ഇനി 5 മിനിറ്റ് ഉണ്ടല്ലോ. ഇതെവിടെയായിട്ട് നോക്കേ, ജല്ലിക്കെട്ടിൻ്റെ ഒരു വലിയൊരു പ്രതിമ ചെയ്തു വെച്ചിട്ടുണ്ട്. കൊള്ളാലോ. ഒരു വീരൻ കാളയെ അടക്കുന്ന ഒരു പ്രതിമയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് അവിടെയായിട്ട് 2 ബസ്സുകൾ MGR നിലയം ബസ് സ്റ്റാൻഡിലേക്ക് പോകുമായിരുന്നു. അവരമ്മ ഒരു ബസ്സിലേക്ക് കയറാൻ ഓടുന്ന നോക്കെ ചൂലൊക്കെ ആയിട്ട്. ഈ ബസ് MGR ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതായിരുന്നു. ഇഷ്ടംപോലെ ബസ്സുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. ഈ കാണുന്ന ബസ് ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ ലോക്കൽ ബസ്സുകളാണ്. എല്ലാം ഡെവലപ്പായി അടിപൊളി ബസ്സുകളാണ് ഇപ്പോഴും ഓടുന്നത്. ഇവിടെ ആയിട്ടൊരു MGR നിലയം ബോർഡ് വെച്ച ബസ് കിടക്കുന്നുണ്ട്. ഈ ബസ്സിലേക്ക് കയറാം. അങ്ങനെ നമ്മുടെ ബസ് പെരിയാർ നിലയം ബസ് സ്റ്റാൻഡിൽ നിന്നും മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. ഇവിടെ നിന്നാലും മതി, നമുക്ക് MGR ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടും. ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ വേണ്ടി ഒന്ന് കറങ്ങി നടന്നതേ ഉള്ളൂ. അങ്ങനെ മധുരൈ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിലെത്തിയ ബസ് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബസ് കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നപ്പോൾ നോക്കേ, ചക്കയുടെ കച്ചവടം. വഴിയരികിലെല്ലാം ചക്കയുടെ കച്ചവടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ ട്രെയിനിൽ പോയ ആ ഒരു വൈഗൈ നദി, അതിന് കുറുകയിലൂടെ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് റെയിൽവേ ട്രാക്ക്. നടുക്കായിട്ടൊരു മണ്ഡപം എല്ലാം ഉണ്ട്, കണ്ടില്ലേ? അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ല കേട്ടോ. വെള്ളമെല്ലാം വറ്റുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നത്. നമുക്കൊരു ദിവസം വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം ഒരു ദിവസം വരാം. അങ്ങനെ നമ്മുടെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മധുരൈ സിറ്റിക്കുള്ളിലൂടെയാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ടെല്ലാം ഒരു സ്ലം ഏരിയയാണ്. ഇവിടെ ആയിട്ടൊരു വലിയൊരു ഓടയെല്ലാം കാണുന്നുണ്ട്, ഒരു തോട്. ഞാനിങ്ങോട്ടേക്ക് വന്ന അമൃത എക്സ്പ്രസ് ട്രെയിനിൽ പോലും ഇല്ലായിരുന്നു ഇത്രയും വലിയ ഹോണടി. അങ്ങനെ ഞാൻ MGR ബസ് സ്റ്റാൻഡിൽ ബസ് വന്നിറങ്ങിയിരിക്കുവാണ്. ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 7 രൂപ. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്നും രാമേശ്വരം ബസ് നോക്കാം. രാമേശ്വരം ബസ്സെല്ലാം ഈ കാണുന്ന ബിൽഡിങ്ങിന് അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ബസ് സ്റ്റാൻഡിലെല്ലാം പലതരം കച്ചവടങ്ങളുണ്ട്. ഇവിടെയായിട്ട് കണ്ടില്ലേ, ജിഗർതണ്ട, മധുരയിലെ പ്രധാനപ്പെട്ടൊരു ഡ്രിങ്കാണ് ജിഗർതണ്ട, നമ്മുടെ കേരളത്തിലെ ഷാർജ പോലെ. അപ്പോഴതിൻ്റെ ഔട്ട്ലെറ്റുകളെല്ലാം നമ്മൾ
മധുരയിലെ പല പല ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഇതാ കണ്ടില്ലേ, കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെയും കാണാം വേറൊരു ജിഗർതണ്ട. അങ്ങനെ പല പല ഭാഗത്തായിട്ടുണ്ട്. ഇതോ അവിടെയൊക്കെ ആയിട്ട് നോക്കേ, ഫ്രൂട്ട്സിൻ്റെ എല്ലാം കച്ചവടങ്ങളാണ്. പേരയ്ക്ക, ആപ്പിൾ, അങ്ങനത്തെ പലതരം കച്ചവടങ്ങളുണ്ട്. മുല്ലപ്പൂവ്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നിരിക്കുവാണ്. ഇഷ്ടം പോലെ രാമേശ്വരം ബസ്സുകളുണ്ട്. ഈ നിർത്തിയിട്ടിരിക്കുന്നതെല്ലാം രാമേശ്വരമാണ്. ഏതിലെങ്കിലും കയറാം. അങ്ങനെ ഞാൻ ഒരു കുപ്പി 10 രൂപയുടെ വെള്ളം വാങ്ങിയിട്ടുണ്ട്. 11:45 ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 11:45 ഇവിടുന്ന് പുറപ്പെടുന്ന ബസ് വൈകുന്നേരം 3:15 ആകുമ്പോൾ രാമേശ്വരം എത്തും. അപ്പോഴെന്തായാലും ആ ബസ്സിലേക്ക് നമുക്ക് കയറാം. നമ്മുടെ ബസ്, നമ്മൾക്ക് പോകേണ്ട ബസ് ഇതാണ്. 11:45 പുറപ്പെടുന്ന ബസ്. ഇപ്പോൾ സമയം 11:45 ആവാൻ 5 മിനിറ്റ്. അങ്ങനെ നമ്മുടെ ബസ് MGR ബസ് സ്റ്റാൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കൃത്യം 11:45 തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എവിടെയായിട്ട് നോക്കിയാൽ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ബസ്. രജനികാന്തിൻ്റെ എന്തിരൻ്റെ ആ ഒരു പോസ്റ്ററൊക്കെയാണ് അടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ MGR ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ചു ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഒരു ടോൾ എത്തിയിരിക്കുകയാണ്. ടോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടോൾ പാസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. 140 രൂപയാണ് രാമേശ്വരം വരെയുള്ള ടിക്കറ്റ് ചാർജ്. ഗൂഗിൾ പേ സംവിധാനമുണ്ട് കേട്ടോ ബസ്സിലെ, അതുകൊണ്ട് ഞാൻ ഗൂഗിൾ പേ ആണ് ചെയ്തത്. എന്തായാലും പോകുന്ന റോഡ് അടിപൊളി റോഡാണ്, ഒരു രക്ഷയില്ലാത്ത റോഡാണ്. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ടോള് കാണാം. ഇവിടെ നിന്നും കുറച്ചധികം ആൾക്കാർ ബസ്സിലേക്ക് കയറുവാണ്. പോകുന്ന വഴിയിലെല്ലാം വിജനമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ, കുറേ ഭാഗത്തെല്ലാം. എന്താ ഇവിടെ ആയിട്ട് നോക്കിയാൽ ചക്കയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ചില ടോൾ പ്ലാസയോട് ചേർന്ന് റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. അതൊട്ടുമിക്ക ടോളുകളുടെയും കൂടെ ചേർന്നൊരു റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും കാണും. അവിടെ ആൾക്കാരെല്ലാം വണ്ടി നിർത്തുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് കച്ചവടം നടക്കും. അങ്ങനെ നമ്മുടെ ബസ് വീണ്ടും മുന്നിലേക്ക് പോവുകയാണ്. വീണ്ടും വിജനതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം, കുറേ എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം മാനാമധുരൈ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറിയിരിക്കുകയാണ്. ഈ കാണുന്ന ബസ് സ്റ്റാൻഡാണ് മാനാമധുരൈ. അങ്ങനെ മാനാമധുരൈ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോഴത് എവിടെയായിട്ട് കണ്ടില്ലേ, ഈ വലിയ പുകക്കുഴൽ. ഇത് ഇവിടെയായിട്ട് ചുടുകട്ട കമ്പനിയുണ്ട്. ചുടുകട്ട കമ്പനിയും ഓട്ട് കമ്പനിയും എല്ലാം ഉണ്ട്. വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ വീണ്ടും 2 വലിയ പുകക്കുഴൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, വലിയ ചുമന്ന പുകക്കുഴൽ. അത് കഴിയുമ്പോൾ ഒരു നീല പുകക്കുഴലും ഉണ്ട്. പുകക്കുഴൽ ഇതും എനിക്ക് തോന്നുന്നു ചുടുകട്ട കമ്പനി തന്നെയാണെന്നാണ് തോന്നുന്നത്. ചുടുകട്ട തന്നെയാണ്, ഇഷ്ടിക കമ്പനി. അങ്ങനെ ചുടുകട്ട കമ്പനിയെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ കണ്ടില്ലേ, വിജനമായ പ്രദേശം. തമിഴ്നാട്ടിൽ നമ്മൾ സ്ഥിരം കാണാറുള്ള മുൾക്കാടുകൾ. അങ്ങനെ ഏക്കറുകളോളം ഉണ്ട്, ഒരുപാട് ദൂരെ. റോഡ് അടിപൊളി റോഡായതുകൊണ്ട് വണ്ടി നല്ല കത്തിച്ചാണ് വിടുന്നത്. എന്തായാലും ആകാശത്തിലെ മേഘങ്ങളും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നത് കൊണ്ടേ, അതായത് കിലോമീറ്ററുകളോളം ദൂരെയായിട്ട് വിജനമായ പ്രദേശം കാണാൻ സാധിക്കുന്നത് കൊണ്ട് ആകാശത്തിന് ഒരുപാട് ഉയരം തോന്നിക്കുന്നില്ല. മേഘങ്ങളെല്ലാം താഴെ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, മേഘം ഒരുപാട് പൊങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നില്ല അല്ലേ?
അങ്ങനെ നമ്മൾ രാമനാഥപുരം ജില്ലയിലേക്ക് കയറിയിരിക്കുവാണ്. വെൽക്കം ടു രാമനാഥപുരം ഡിസ്ട്രിക്ട്. അങ്ങനെ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. രാമനാഥപുരം ജില്ലയിലേക്ക് കയറിയപ്പോൾ ഇവിടെയായിട്ടൊരു പെട്രോൾ പമ്പുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് ഹൈവേയിൽ നിന്നും വേറൊരു റോഡിലേക്ക് കയറുവാണ്. പരമക്കുടി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് കയറിയിട്ടായിരിക്കാം ഇനി മെയിൻ റോഡിലേക്ക് കയറുന്നത്. അങ്ങനെ ഇതാ പരമക്കുടി ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ. പരമക്കുടി എന്ന് വെച്ചാൽ സിനിമാ നടൻ കമൽ ഹാസന്റെ നാടാണ്. അങ്ങനെ നമ്മൾ കമലഹാസന്റെ നാട്ടിലേക്ക് വന്നിറക്കുകയാണ്. പരമക്കുടി അത്യാവശ്യം കടകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് പരമക്കുടി. പരമക്കുടി ആ ചെറിയൊരു മാർക്കറ്റൊക്കെ ഉള്ളൊരു റോഡിലേക്ക് വന്നിരിക്കുകയാണ് ബസ്. കരിമ്പ് ജ്യൂസ് എല്ലാം കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു. ഒരു ഷെയർ ഓട്ടോ പോകുന്നുണ്ട്. നമ്മൾ പോകുന്നതിന് സൈഡിലായിട്ടൊരു നദി പോകുന്നുണ്ട്. നമ്മൾ ഭാരതപ്പുഴയുടെ എല്ലാം സൈഡിൽ കാണത്തില്ലേ ഒരു ടൈപ്പ് ചെടി, അതെല്ലാം പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പരമക്കുടി ടൗണിലൂടെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരമക്കുടി ബസ് സ്റ്റാൻഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മുമ്പ് എപ്പോഴോ വന്നപ്പോൾ പരമക്കുടി ബസ് സ്റ്റാൻഡ് ഉള്ളതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. യെസ്, പരമക്കുടി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വളഞ്ഞ് കയറുവാണ്. ഹോണടി. നല്ല തിരക്കുള്ളൊരു ബസ് സ്റ്റാൻഡാണ് പരമക്കുടി. ഈ ബസ്സിൽ നിന്നും കുറച്ച് ആൾക്കാർ ഇറങ്ങി, കുറച്ച് ആൾക്കാർ കയറുന്നുണ്ട്. എവിടെയായിട്ട് നോക്കേ, ഞാറയ്ക്ക എല്ലാം കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. ഞാറയ്ക്ക, കുക്കുംബർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് പരമക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുവാണ്. നമുക്ക് വേറൊരു ദിവസം പരമക്കുടിയിലേക്ക് വേണ്ടി മാത്രമായിട്ട് വരണം. എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഒരു തനി തമിഴ്നാട് വൈബുള്ളൊരു സ്ഥലമാണ് പരമക്കുടി. അതേപോലത്തെ മാർക്കറ്റും എല്ലാം ഉണ്ട്. നമുക്കൊരു ദിവസം വരാം. അങ്ങനെ ഇനി നമ്മുടെ ബസ് ഇവിടെ നിന്നും വീണ്ടും ഹൈവേയിലേക്ക് കയറും. ഭയങ്കര വരൾച്ചയാണ് കേട്ടോ, ഭയങ്കര വെയിലും. എന്തായാലും ഇതുവഴിയിലൂടെയുള്ള യാത്ര ഒരു അനുഭവം തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം വിജനതയിലൂടെ യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോൾ രാമനാഥപുരം എത്തിയിരിക്കുകയാണ്. നേരത്തെ ഞാൻ ബോർഡ് കാണിച്ചില്ലായിരുന്നോ, രാമനാഥപുരം ജില്ല. ഈ കാണുന്നതാണ് ശരിക്കും രാമനാഥപുരം ടൗൺ. പക്ഷേ നിങ്ങൾ കാറിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. ഇത് ബസ്സിൽ ആളെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. കാറിൽ വരുവാണെന്നുണ്ടെങ്കിൽ ബൈപ്പാസിലൂടെ ഒറ്റ വിടക്കം, അത്രേ ഉള്ളൂ. ഇത് ബൈപ്പാസിൽ നിന്നും ഉള്ളിലേക്ക് കയറി ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. രാമനാഥപുരം ജില്ലയിലാണ് രാമേശ്വരവും ഉള്ളത്. അങ്ങനെ ഈ രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് എല്ലാം ഉണ്ട് കേട്ടോ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എല്ലാം ഉള്ള സ്ഥലമാണ് രാമനാഥപുരം. നമ്മുടെ ബസ്സിന് ഓപ്പോസിറ്റ് സൈഡായിരുന്നു, അപ്പുറത്തെ ഭാഗത്തായിട്ടായിരുന്നു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് രാമനാഥപുരം. അങ്ങനെ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോപ്പറായിട്ട് ബസ് നിർത്തുന്ന സ്ഥലത്ത് വന്നിരിക്കുവാണ്. പുതിയ ബസ് സ്റ്റാൻഡ് പണിഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഹാൾട്ടിങ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ബസ്സിന് മുന്നിലായിട്ട് നോക്കേ, ചെറിയ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയിൽ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. ചോളവും കപ്പലണ്ടിയും എല്ലാമാണ്. ഒരുപാട് നേരമൊന്നുമില്ല, വളരെ കുറച്ച് നേരമേ ഉള്ളൂ ബസ് നിർത്തിയിടുന്നതേ. ഇതെവിടെയായിട്ട് എയ്സിൽ ഐസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടുത്തെ കൂൾ ഡ്രിങ്ക്സ് കടകളിലേക്ക് വേണ്ടിയിട്ടുള്ള ഐസാണ്. ഇതെവിടെയായിട്ട് നോക്കിയാൽ ഒരു ബസ്സിൽ ബോർഡ്, ഏർവാരി ദർഗ. അങ്ങനെ ഞാൻ വീണ്ടും ബസ്സിലേക്ക് കയറിയിരിക്കുവാണ്. ബസ് വീണ്ടും പുറപ്പെടുവാണ്. 2 മണിയായിട്ടുണ്ട്. അങ്ങനെ രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഇനിയും നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ വിജനമായിട്ടുള്ള പ്രദേശത്തൂടെ തന്നെയാണ് ബസ് പോകുന്നത്. എന്നാലും കണ്ടതുപോലത്തെ സ്ഥലം വീണ്ടും വീണ്ടും കണ്ടാലും നമുക്കൊരു ബോറടിയൊന്നും തോന്നില്ല. എല്ലാം ഒരു അനുഭവമല്ലേ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഒരു റെയിൽവേ ഗേറ്റെല്ലാം കാണുന്നുണ്ടല്ലോ. രാമേശ്വരം റൂട്ടിലോട്ടുള്ള ട്രാക്കാണിത്.
അങ്ങനെ നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ രണ്ട് ഭാഗത്തായിട്ടും കടലാണ്. ഇനി വെറും 25 കിലോമീറ്റർ കൂടെ ഉള്ളൂ രാമേശ്വരത്തേക്കുള്ള ദൂരം. മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ എത്താറായിരിക്കുവാണ്. ഇടയ്ക്ക് വെച്ച് പാമ്പൻ പാലം റെയിൽവേ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ട്രെയിൻ മണ്ഡപം എന്ന് പറഞ്ഞ സ്റ്റേഷൻ വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാ ഒരു മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, നമ്മൾ പോകുന്നതിന് സമാന്തരമായിട്ട് റെയിൽവേ ട്രാക്കും പോകുന്നുണ്ട്. നമ്മളും പാമ്പൻ പാലവും ഏകദേശം അടുത്തെത്താറായിരിക്കുവാണ്. അങ്ങനെ ബസ് കുറെ കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മണ്ഡപം, പ്രോപ്പർ മണ്ഡപം. ഒരു മീനിൻ്റെ ഒക്കെ മണം വന്നു തുടങ്ങി. മത്സ്യബന്ധനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ മീൻ ചന്തയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് മണ്ഡപം റെയിൽവേ സ്റ്റേഷൻ. യെസ്, അങ്ങനെ നമ്മുടെ ബസ്സിന്റെ ഇടതുഭാഗത്തും കടൽ കണ്ടു തുടങ്ങി. ഉടനെ തന്നെ നമ്മുടെ ബസ് പാമ്പൻ പാലത്തിലേക്ക് കയറും. അങ്ങനെ നമ്മുടെ ബസ് പാമ്പൻ പാലത്തിലേക്ക് കയറിയിരിക്കുവാണ്. ദോ കണ്ടില്ലേ, അതാണ് പുതുതായിട്ട് പണിഞ്ഞ പാമ്പൻ റെയിൽവേ ബ്രിഡ്ജ്. അടിപൊളിയല്ലേ? നമ്മളീ പോകുന്ന റോഡ് ബ്രിഡ്ജ് റെയിൽവേ ബ്രിഡ്ജിനേക്കാൾ ഒരുപാട് ഉയരത്തിലാണ്. അതുവഴിയിലൂടെ ഒരു ട്രെയിൻ പോകുന്ന വിഷ്വൽ അടിപൊളിയായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറേ ദൂരമുണ്ട് കേട്ടോ. പാലത്തിന്റെ ഭംഗി ആസ്വദിച്ച് തന്നെ മുന്നിലേക്ക് പോവാം. ഇത് ഓപ്പോസിറ്റ് സൈഡായിട്ട് അവിടെയായിട്ട് ഫിഷിംഗ് ബോട്ടുകളെല്ലാം കിടക്കുന്നത് കാണാം. നല്ല ബ്ലൂ കളറിൽ കാണാം കേട്ടോ കടൽ, നല്ല നീല വെള്ളം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തെത്തിയിരിക്കുവാണ്. ഈ ഭാഗമാണ് കപ്പൽ വരുമ്പോൾ ഉയർത്തുന്നതെന്നാണ് പറയുന്നത്. കപ്പൽ വരുമ്പോൾ ആ ഒരു ഭാഗം ഉയരും. അങ്ങനെ നമ്മൾ പാമ്പൻ പാലത്തിൻ്റെ കറക്റ്റ് നടുക്കെത്തിയിരിക്കുവാണ്. അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. നമ്മൾ ഒരുപാട് ഉയരത്തിലാണ്. ശരിക്കും നമ്മളൊരു ഹെലികോപ്റ്ററിൽ പോകുന്നത് പോലെയാണ് ഇപ്പോൾ പോകുന്നത്. റെയിൽവേ ബ്രിഡ്ജ് കുറച്ച് താഴെയാണ്, നോർമൽ ഹൈറ്റാണ്. പക്ഷേ റോഡ് ബ്രിഡ്ജ് ഒരു രക്ഷയില്ല, നല്ല ഹൈറ്റിലാണ്. എല്ലാ ഫിഷിംഗ് ബോട്ടുകളും തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിച്ചിട്ടേ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പാമ്പൻ ബ്രിഡ്ജ് കഴിയാറായിരിക്കുവാണ്. ഇതോ അവിടെയായിട്ടൊരു ലൈറ്റ് ഹൗസ് എല്ലാം കാണുന്നുണ്ട്. ഇവിടെ താഴെയായിട്ട് മത്സ്യത്തൊഴിലാളികളെല്ലാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളും അവരുടെ വീടുകളെല്ലാമാണ്. അങ്ങനെ നമ്മൾ പാമ്പൻ പാലം കഴിഞ്ഞിരിക്കുവാണ്. ഇവിടെ ബസ് നിർത്തിയിരിക്കുകയാണ്, കുറച്ച് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ പാമ്പൻ പാലത്തിന് അടുത്തുള്ളൊരു സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി. ഞാൻ വിചാരിച്ചത് രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്നും എന്തെങ്കിലും കഴിച്ചതിന് ശേഷം രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ് കയറിയിട്ട് പാമ്പൻ പാലത്തിന് അടുത്ത് ഇറങ്ങി നിന്നിട്ട് പാമ്പൻ പാലത്തിലൂടെ റെയിൽവേ ബ്രിഡ്ജിലൂടെ ട്രെയിൻ ഓടി വരുന്നതെന്ന് കാണാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്നും, അതായത് പാമ്പൻ പാലം കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്റ്റോപ്പായത് കേട്ടോ. പാമ്പൻ പാലം ഇറങ്ങി വന്നിട്ട് ഒരു സ്റ്റോപ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങിയത്. ഇനി ഇവിടെ നിന്നിട്ട് ഞാൻ ഒന്നുകിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ പാമ്പൻ പാലത്തിനോട് ചേർന്ന് ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോ നോക്കണം. അവിടെ എന്തെങ്കിലും വാങ്ങാൻ കിട്ടുമെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കണം. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരം 3 മണിയായിട്ടുണ്ട്. വൈകുന്നേരം 4:23 മണ്ഡപം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നും ഒരു ട്രെയിൻ പാമ്പൻ ബ്രിഡ്ജിന് മുകളിലൂടെ പാസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിൻ കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണോ, ഇല്ലയെന്നുണ്ടെങ്കിൽ പാമ്പൻ പാലത്തിനടുത്ത് പോയി എന്തെങ്കിലും കഴിക്കണമെന്ന് ആലോചിക്കുകയാണ്. എന്തെങ്കിലും നമുക്ക് ചെയ്യാം. എന്തായാലും നമുക്ക് ആ ഒരു 4:23 ട്രെയിൻ കാണണം. പാമ്പൻ പാലത്തിനോട് ചേർന്നുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇതോ അവിടെയായിട്ടൊരു ബസ് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇതോ ഒരു ബസ് വരുന്നുണ്ട്. നമുക്കിതാ ഈ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടേ ആ ബസ്സിൽ കയറി പോവാം. ഇവിടെ നിർത്തുമോയെന്നറിയാൻ വയ്യ. എന്തായാലും കൈ കാണിച്ച് നോക്കാമല്ലേ. നിർത്തിയില്ല. അതെവിടെയായിട്ടൊരു ഷെയർ ഓട്ടോ വന്നിട്ടുണ്ട്. പാമ്പൻ പോകുമെന്ന് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കയറി പാമ്പനിലേക്ക് പോവാം. പാമ്പൻ
അങ്ങനെ എന്നെ ഇറക്കിയതിന് ശേഷം ആ ഷെയർ ഓട്ടോ പോവുകയാണ്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു പാമ്പൻ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്നും എന്തെങ്കിലും കഴിക്കാം. ഇവിടെ വന്ന് ഓട്ടോ ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇതാ നോക്കി, ചെറിയൊരു കട. അത് കട തുറക്കുവാണ്. കടയുടെ ഉടമസ്ഥൻ വന്നിട്ടുണ്ട്. വേറെ ഇതാ കണ്ടില്ലേ, പാമ്പൻ. പാമ്പൻ പാലത്തിനോട് ചേർന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, പാമ്പൻ. ഇതാണ് പ്രോപ്പർ പാമ്പൻ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയായിട്ട് കരുവാടെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ കരുവാട് വാങ്ങുമ്പോഴേ, ഉണക്കമീൻ വാങ്ങുമ്പോൾ രാമേശ്വരം ഉണക്കമീൻ എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇതാണ് പ്രോപ്പർ രാമേശ്വരം ഉണക്കമീനുകൾ. അങ്ങനെ നമ്മൾ ആ ഒരു പാമ്പൻ പാലത്തിനുള്ളിലൂടെയുള്ള വഴിയിലൂടെ നടന്നു വന്നപ്പോഴിതാ ഇവിടെയായിട്ടൊരു ചെറിയൊരു അമ്പലമൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അതിനോട് ചേർന്ന് ഇതാ ഒരു കൊച്ചൊരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ വിശന്ന് കുരുങ്ങി അലഞ്ഞ് വലഞ്ഞ് ആ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ, അവിടെ കഴിക്കാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞ്. സത്യം പറഞ്ഞാൽ വിശക്കുകയും ചെയ്യുന്നുണ്ട്, അങ്ങ് അലച്ചിലുമായിട്ട് സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നു, നാശം. ആ ഒരു പാലത്തിന് മുകളിൽ കൂടെ ട്രെയിൻ പോകുന്ന കാണാമെന്നും പറഞ്ഞാണ് ഈ അങ്ങോട്ട് വന്ന് ഇറങ്ങിയത്. ഇനിയിപ്പം വിശന്നിട്ടേ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് കയറുമ്പോഴത്തേക്കും അവിടെ ആഹാരവും ഇല്ല. ഇപ്പോൾ സമയം 4 മണിയാവാൻ പോകുക. ഇവിടെ ആയിട്ടൊരു ബേക്കറി എല്ലാം കാണുന്നുണ്ട്. എന്തെങ്കിലും സ്നാക്സ് വാങ്ങി കഴിച്ചിട്ടേ നമുക്കത് വെച്ച് കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ 2 ചിക്കൻ റോൾ കഴിച്ചു, പിന്നെ ഒരു ചായയും കുടിച്ചു. എല്ലാം കൂടെ ചേർത്ത് 72 രൂപ. ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ചോറ് മാത്രം കഴിച്ചങ്ങനെ ശീലിക്കാത്തത് കൊണ്ട് എനിക്കങ്ങനെ ഗുണം ചെയ്യാറുണ്ട് കേട്ടോ. കാര്യം വീട്ടിലാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്ത കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് അങ്ങനെ കഴിക്കത്തില്ല. ഞാൻ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉച്ചയ്ക്ക് അത് കഴിക്കും. അപ്പോഴങ്ങനത്തെ ശീലം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 ചിക്കൻ റോൾ കഴിച്ചിരിക്കുവാണ്. എന്നിട്ട് ഞാൻ പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇനിയിപ്പോൾ ഈ 4:30 സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രെയിൻ ഇതിന് മുകളിലൂടെ പാസ് ചെയ്യുമെന്ന്. അപ്പോഴെന്തായാലും നമുക്ക് ആ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നത് കാണാം. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് നേരെ അങ്ങ് രാമേശ്വരം ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് പോകാം. എന്നിട്ട് അവിടെ റൂമിന് റേറ്റൊക്കെ നമുക്ക് നോക്കാം. അറുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ തങ്ങില്ല. ഇവിടെ നിന്ന് തിരികെ രാമേശ്വരത്ത് നിന്ന് തിരികെ വൈകുന്നേരം 6:15 ട്രെയിനുണ്ട്. അപ്പോഴതിൽ കയറി റൂം ലോഡ്ജുകാർ അറക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രെയിനിൽ കയറി മധുരയിലേക്ക് പോകും. മധുരയിൽ പോയി തങ്ങാനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പരിപാടി. അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു ട്രെയിൻ വരട്ടെ, ബാക്കി കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. ഇതെവിടെയായിട്ട് കണ്ടില്ലേ, പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നും അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. പക്ഷേ റെയിൽവേ ട്രാക്ക് എന്ന് പറയുമ്പോൾ പാലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ടാണ്. അതെങ്ങനെ വരുമെന്ന് നമ്മൾ ആലോചിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന വലിയ ബ്രിഡ്ജിന് താഴെ കൂടെ അങ്ങ് ആ ഭാഗത്തേക്ക് ട്രാക്ക് പോകും. അപ്പോഴങ്ങനെയാണ് പരിപാടി. അങ്ങനെ നമ്മൾ ആ ഒരു പാലത്തിന് മുകളിലൂടെ നടക്കുമ്പോൾ ദൂരെയായിട്ട് കണ്ടില്ലേ വള്ളങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നത്. വള്ളങ്ങളും പിന്നെ ഫിഷിംഗ് ബോട്ടുകളും എല്ലാം ഉണ്ട്. എന്തായാലും അതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു സൂര്യൻ്റെ വെളിച്ചത്തിൽ അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നതേ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ പാലത്തിന് മുകളിലൂടെ നടന്നു പോകുമ്പോൾ ഇതാ താഴെയായിട്ട് കണ്ടില്ലേ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന വീടും പിന്നെ അവരുടെ, എനിക്ക് തോന്നുന്നു താമസിക്കുന്ന വീടല്ലെന്നാണ് തോന്നുന്നത്, ബോട്ടിൻ്റെ സാധനങ്ങളും വലയും എല്ലാം വെക്കുന്ന ആ ഒരു ഷെഡുകളെല്ലാമാണ് കാണുന്നത്. ഇവിടെയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, മീനെല്ലാം വേറെ സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതവിടെയായിട്ട് പുതിയ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്, പാമ്പൻ ബ്രിഡ്ജ്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം ട്രെയിൻ ഈ ഒരു ബ്രിഡ്ജിന് മുകളിലൂടെ പാസ് ചെയ്യും. ഭയങ്കര കാറ്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അടിക്കുന്നത്. റെയിൽവേ ബ്രിഡ്ജിനേക്കാൾ ഒരുപാട് ഹൈറ്റിലാണ് റോഡ് ബ്രിഡ്ജ്. ഇതാ കണ്ടില്ലേ എന്തുമാത്രം ഹൈറ്റിലാണ്. ഇതാ റെയിൽവേ ബ്രിഡ്ജിൻ്റെ ഇരട്ടി പൊക്കമുണ്ട് റോഡ് ബ്രിഡ്ജിന്. ഇവിടെ പാലത്തിന് അപ്പുറത്തെ സൈഡായിട്ട് അടിപൊളി വ്യൂ ആണ് കണ്ടില്ലേ. ഒരുപാട് ഫിഷിംഗ് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് നോക്കേ, അടിപൊളി വ്യൂ അല്ലേ. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ താഴെയായിട്ടെല്ലാം നോക്കേ മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളെല്ലാം, ചെറിയ ചെറിയ വള്ളങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്, ദൂരെ നിന്ന് വരുന്നുണ്ട്. ട്രെയിൻ ഫുള്ളായിട്ടും ഈ ഒരു പാലത്തിന് മുകളിൽ നിൽക്കും കേട്ടോ. അത്രയും നീളമുള്ള പാലമാണല്ലോ, അതുകൊണ്ട് ട്രെയിൻ മൊത്തത്തിൽ നിൽക്കുകയാണ്. നോക്കേ, ആ വരുന്ന ആ ചെറിയ അട്ട പോലെ വരുന്നതാണ് ട്രെയിൻ. ഇലക്ട്രിക് എഞ്ചിൻ ആയതുകൊണ്ടേ ആ ഒരു എന്തോ പറയുന്നത് പുകയൊന്നും ഇല്ലാത്തത് കൊണ്ട്
ഭംഗിയില്ല എന്നല്ല, ഡീസൽ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നേനെ. ആ ഒരു പുകയൊക്കെ ആയിട്ട് വരുമ്പോഴേ കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ശരിക്കും ഒരു പുഴു അല്ലെങ്കിൽ അട്ട അങ്ങനെ തോന്നുന്നുണ്ടോ? വെട്ടം ബാക്കിൽ നിന്ന് അടിക്കുന്നത് കൊണ്ട് ശരിക്കും ഒരു വ്യൂ കിട്ടുന്നുണ്ടോ? അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക. അതിനകത്തേക്ക് ട്രെയിൻ കയറിയിരിക്കുവാണ്. കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ലതുപോലെ കാണാൻ പറ്റും. പാസഞ്ചർ ട്രെയിനാണ് കേട്ടോ. സ്ലീപ്പറോ എ സിയോ അങ്ങനെയൊന്നുമില്ല, സാധാ ഷട്ടിലാണ്. ഞാൻ പറഞ്ഞില്ലേ പാലത്തിനപ്പുറത്തേക്ക് ട്രെയിൻ ക്രോസ് ചെയ്യുമെന്ന്. അങ്ങനെ ഈ പാലത്തിന് അടിയിലൂടെ അപ്പുറത്തേക്ക് പോയിരിക്കുവാണ്. അങ്ങനെ പാമ്പൻ പാലത്തിലൂടെ ട്രെയിൻ പോകുന്നതും കാണാൻ പറ്റി. ഒരു തമിഴ്നാടിൻ്റെ ഒരു ബസ് വരുന്നുണ്ട് ദൂരേന്ന്. കാണാൻ നല്ല ലുക്കുണ്ടല്ലേ. വാ, ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ട്രെയിനിലൊന്ന് കയറി ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പോകണമെന്നുണ്ട് കേട്ടോ. അതിപ്പോഴ് 6:15 രാമേശ്വരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. അത് ഇവിടെ ഈ പാമ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 6:30 കൂടി എത്തും. അപ്പോൾ ആ ട്രെയിനിൽ കയറിയിട്ട് ഈ പാലത്തിന് അപ്പുറത്തൊരു സ്ഥലമുണ്ട്, മണ്ഡപം. ആ മണ്ഡപത്തിൽ പോയി ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ് കയറി നേരെ രാമേശ്വരത്ത് വന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ധനുഷ്കുടിയിലേക്ക് ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അത് ഒരു പ്ലാൻ. പിന്നെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഈ പാമ്പൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് അവിടെ നിന്ന് നേരെ മധുരയ്ക്ക് വിടുക, മധുരയെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്നും വേറെ എങ്ങോട്ടെങ്കിലും പോവുക. അപ്പോൾ ഈ 2 പ്ലാനുകളുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ചെയ്യാം. എന്തായാലും നമുക്ക് ഈ പാലം ഇറങ്ങി പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് പോകാം. വരയാടുകൾ നിന്ന് കഴിക്കുമല്ലോ ഈ പോച്ചയെല്ലാം, അതേപോലെ ഇതാ നോക്കേ, നല്ല സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ആട് നിൽക്കുന്ന കണ്ടില്ലേ, ശരിക്കും വരയാട് നിൽക്കുന്നത് പോലെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ വർഗത്തിനൊന്നും ഈ ഒരു സ്ലോപ്പൊന്നും പേടിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ പാലത്തിൻ്റെ സൈഡ് ഭിത്തിയെന്ന് പറഞ്ഞാൽ നല്ല സ്ലോപ്പാണ്. അവിടെ ഇതാ വരയാടുകളെ പോലെ നിന്ന് കഴിക്കുക. അത്യാവശ്യം നല്ലൊരു സ്ലോപ്പാണ് ഇത്. പക്ഷേ ഇങ്ങോട്ടേക്ക് കയറി വന്നു. കുറച്ച് നേരത്തേതോ അവിടെ ആയിരുന്നു നിന്നത്. നല്ലൊരു സ്ലോപ്പുണ്ട്. പെട്ടെന്ന് നോക്കിയോ വരുന്നത്. ഇപ്പോൾ ഒരു മീനിനെ റാഞ്ചു അവിടെ നോക്കിയോ. ഒരെണ്ണം ജസ്റ്റ് മിസ്സിന് പോയതാ, അതോ വീണ്ടും പോയി. ഒന്നും കൂടെ ട്രൈ ചെയ്ത് കിട്ടും. ആ ഒരു ഭാഗത്തൊരു മീനുണ്ട്, റാഞ്ചിന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അവിടെ മീനുണ്ട് കേട്ടോ. അവിടെ ഒരു മീൻ നിൽപ്പുണ്ട്, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. റാഞ്ചു നോക്കാമല്ലോ. യെസ്, കിട്ടി. അതിൻ്റെ കാലിലുണ്ട്. ഓഹോ, വീഴല്ലേ. ഇതാ കണ്ടില്ലേ, എൻ്റെ കാലിൽ മീനിരിപ്പുണ്ട്. അയ്യോ, ഇപ്പോൾ അത് താഴെ വീഴുമെന്ന് തോന്നുന്നു. ഓ, കാക്ക വന്ന് കുളവാക്കുമെന്ന് തോന്നുന്നു. കിട്ടി. മുകളിലോട്ട് കയറ്റി വെയിലേ പോവും. ഓ, എൻ്റെ നഖം നല്ല ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത ആൾ വന്ന്. ഓ, അത് ഓടിയാ, അതും കൊണ്ട് ഓടിയാണോ? ആ, മീൻ കാലിലുണ്ട്. ഇനി വീഴത്തില്ല, അത് ഇരുന്നോളും. ഇത് ഭയങ്കര വിഷയമാണല്ലോ, കഷ്ടപ്പെട്ട് പിടിച്ചതല്ലേ ഇത്. താഴെ വീണെന്ന് തോന്നട്ടെ. ഇവിടെ എന്തോ വീണു, താഴെ കിടക്കുന്നു. അവിടെ എല്ലാം വള്ളത്തിൽ ഓരോരോ പരിപാടികൾ ചെയ്യുവാണ്. വലയെല്ലാം റെഡിയാക്കിക്കൊണ്ട് നിൽക്കുവാണ് അവർക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടേ. അങ്ങനത്തെ ഓരോരോ കാഴ്ചകൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ പാമ്പൻ പാലം ഇറങ്ങി തിരികെ വന്നിരിക്കുവാണ്. പാമ്പൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നിന്നും കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു പോയാൽ മതി പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ.
ഇതാ കണ്ടില്ലേ, എവിടെയൊക്കെ ആയിട്ട് പോകുന്ന വഴിക്ക് പൂക്കച്ചവടവും അതേപോലത്തെ ഓരോരോ കച്ചവടങ്ങളാണ് വരി വരിയായിട്ടുണ്ട്. ഇതാ കഴുത കഴുത പോ ഇതാ കണ്ടില്ലേ, കൊള്ളാലോ. മുമ്പൊക്കെ ശബരിമലയിലൊക്കെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടായിരുന്നു ലോഡെല്ലാം കൊണ്ടുപോകുന്നത്. ഇപ്പോഴില്ല. ഇതാ കണ്ടില്ലേ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന വഴിയിലെല്ലാം ഉണക്കമീനുകൾ കച്ചവടത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. മത്സ്യബന്ധനവും മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട പലതരം കച്ചവടങ്ങൾ ഈ ഒരു പരിസരത്തായിട്ടുണ്ട്. മീനെല്ലാം വെക്കുന്ന തെർമോക്കോളിൻ്റെ ബോക്സാണിത്. ഇവിടെയൊക്കെയായിട്ട് അത്യാവശ്യം ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പാമ്പൻ. ഹോട്ടലുകളും അങ്ങനത്തെ എല്ലാം ഉള്ളൊരു സ്ഥലമാണ് പാമ്പൻ. ഇതെവിടെയായിട്ടൊരു കടയുടെ ഫ്രണ്ടിൽ നോക്കേ, വെയിലിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചാക്ക് ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നത് കണ്ടില്ലേ, അത് കൊള്ളാം അല്ലേ. വെയിലുള്ള സമയം എന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരിക്കും. രാമേശ്വരത്തെ വെയിൽ അറിയാമല്ലോ. ആടുകൾ ഓടി ഓടി നടക്കുവാണല്ലോ. ഇതാ നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുന്നല്ലോ, നല്ല നീറ്റായിട്ടുണ്ട്. ഇതെവിടെയായിട്ട് വടയും ബോണ്ടയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അങ്ങനെ ഞാൻ നടന്ന് പാമ്പൻ റെയിൽവേ സ്റ്റേഷനടുത്ത് എത്തിയിരിക്കുവാണ്. അത്യാവശ്യം വലിയ കടയൊക്കെ ഉണ്ട്, തുണിക്കടയെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് ഒരു മാർക്കറ്റാണ് കേട്ടോ. ഉള്ളിലായിട്ട് കണ്ടില്ലേ, അകത്തേക്കായിട്ട് മാർക്കറ്റാണ്. കൊള്ളാലോ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു പരിസരത്തെ വൈബ് ഒരു വ്യത്യസ്തമായിട്ടുണ്ട്. സാധാരണ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കാണാത്ത പോലത്തെ ഒരു പ്രത്യേകതരം അന്തരീക്ഷം. കൊള്ളാം അല്ലേ. ഇതാ കണ്ടില്ല, ഇവിടെ എല്ലാം ആയിട്ട് ചെറിയ റെസ്റ്റോറൻറ്റുകളും ചായക്കടകളും എല്ലാം ഉണ്ട്. അവിടേക്ക് ആയിട്ട് ആൾക്കാരൊക്കെ നിന്ന് ചായ കുടിച്ചിട്ട് നിൽക്കുവാണ്. എന്തായാലും കൊള്ളാം ഈ ഒരു സ്ഥലം. ഇതെവിടെയായിട്ട് നോക്കി എയ്സിൽ ചക്കയെല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുവാണ്. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് പാമ്പൻ ടു മണ്ഡപം വരെ പോകുന്നതിന്. ഒരു എമർജൻസി വിൻഡോ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പാമ്പൻ പാലത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ പാമ്പൻ പാലത്തിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ കയറാൻ പോകുന്നു. കയറി. വാ, അടിപൊളി. ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അവിടെ ഇരിക്കുമ്പോൾ തോന്നും ഇപ്പുറത്തേക്ക് വരാൻ, ഇപ്പുറത്തിരിക്കുമ്പോൾ തോന്നും അപ്പുറത്തേക്ക് പോകാൻ. സൺസെറ്റ് വ്യൂ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ. യെസ്, അങ്ങനെ നമ്മുടെ പാമ്പൻ പാലം കഴിഞ്ഞിരിക്കുവാണ്.
അങ്ങനെ ഞാൻ പാമ്പൻ പാലത്തിലൂടെ യാത്ര ചെയ്ത് വന്നതിന് ശേഷം മണ്ഡപം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ മണ്ഡപം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ടേക്ക് നടന്നു വരുമ്പോൾ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. അപ്പോഴവിടെ വന്ന് നിൽക്കുവാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രാമേശ്വരത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് ഇവിടെ നിൽക്കും. അപ്പോഴതിൽ കയറി നമുക്ക് രാമേശ്വരത്തേക്ക് പോകാം. ഈ കാണുന്നതാണ് റെയിൽവേ ഗേറ്റ്. ഇതിനോട് ചേർന്ന് കണ്ടില്ലേ ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ ആയിട്ട് ബസ് വരും. ഇത് ബസ് സ്റ്റോപ്പാണ്. കണ്ടില്ലേ, നമുക്ക് ഈ ബസ്സിൽ കയറി രാമേശ്വരം പോവാം. അങ്ങനെ ഞാൻ രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 15 രൂപയായിരുന്നു. ഈ കാണുന്ന ബസ് കണ്ടില്ലേ, ഈ ബസ്സിൽ കോവിൽ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കോവിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു രാമേശ്വരം അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് പോവാം. അതിനടുത്തായിട്ട് ലോഡ്ജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ബസ്സിൽ കയറി കോവിലിലേക്ക് പോവാം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെയായിട്ട് കടൽ തീരമാണ്, കണ്ടില്ലേ. അങ്ങോട്ടായിട്ട് ഒരു ആർച്ചെല്ലാം കാണാം. ഇവിടെയായിട്ടൊരു ആർച്ചെല്ലാം ഉണ്ട്. പകൽ നമുക്ക് വിശദമായിട്ട് വരാം. ഇവിടെ നമുക്ക് എവിടെയെങ്കിലും റൂം എടുക്കാം. അങ്ങനെ ബസ്സിൽ കയറി രാമേശ്വരം അമ്പലത്തിനടുത്ത് വന്നു. അമ്പലത്തിനടുത്തായിട്ട് തന്നെ ഒരിടത്ത് റൂം എടുത്തു. 700 രൂപയായിരുന്നു റൂമിന്. അത്ര നീറ്റായിട്ടുള്ള റൂമല്ല. ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നീറ്റായിട്ട് തോന്നും. പക്ഷേ അത് കുറച്ച് ആ ഒരു ക്യാമറയുടെ ക്ലാരിറ്റിയുടെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ നേരിട്ട് നോക്കുമ്പോൾ ഒരു മങ്ങിയ ഒരു അടഞ്ഞ പോലത്തെ റൂമാണ്. പിന്നെ ഒരുപാട് കിടന്ന് നടക്കണ്ടെന്ന് വിചാരിച്ച് ഇതങ്ങ് എടുത്തതാണ്. ഞാൻ പുറത്ത് പോയി കഴിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര അറുപ്പ്. ഇങ്ങനെയൊന്നും അറുത്ത ആൾക്കാരെ വാങ്ങരുത്. കാര്യം ടൂറിസ്റ്റുകളാണ്, കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാലും ആൾക്കാർ ഇങ്ങനെ അറുക്കരുത്. എന്ന് വെച്ചാൽ ഞാനൊരു സാധാരണ ഹോട്ടലാണ് കയറിയത്. എന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുമല്ലോ, ഈ പത്തിരിയുടെ കല്ലും പൊറോട്ടയുടെ കല്ലെല്ലാം പുറത്തായിട്ട് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ചെറിയ റെസ്റ്റോറൻ്റ് ഇല്ലേ, അതേപോലത്തെ ഒരു കടയിലാണ് കയറിയത്. പക്ഷേ ഒരു ചപ്പാത്തിക്ക് 25 രൂപയാണ് വാങ്ങിയത്. ചിക്കൻ കറി 120 രൂപയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ചിക്കൻ കറി അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചപ്പാത്തിയും ടേസ്റ്റ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും ഭയങ്കര അർത്ഥ വിലയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കടയുടെ ഒരു ഫെസിലിറ്റി വെച്ച് നോക്കുമ്പോഴാണ്. അല്ലാതെ നല്ലൊരു ഹോട്ടലിൽ കയറി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചധികം പൈസ കൊടുത്താൽ നമുക്ക് നഷ്ടമായിട്ട് തോന്നില്ല. ഇത് ലോക്കൽ സെറ്റപ്പ് എന്ന് വെച്ചാൽ വെറും ലോക്കൽ സെറ്റപ്പ് അല്ല, എന്നാലും ഒരു ലോക്കൽ സെറ്റപ്പാണ്. അപ്പോൾ അതേപോലത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇതേപോലെ നമ്മൾ ഒരുപാട് റേറ്റ് കൊടുത്ത് മേടിക്കുമ്പോഴത്തേക്കും എന്തോ നമ്മളെ ഒരുമാതിരി പറ്റിക്കുന്നത് പോലെയാവും. അപ്പോൾ ഇനിയിപ്പം നാളത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ്കോടിയിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. ധനുഷ്കോടിയിലൊക്കെ ഒന്ന് പോയിട്ട് തിരികെ വന്നിട്ട് റൂമിലൊക്കെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നാട്ടിലേക്ക് വിടാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് തുണിയെല്ലാം കഴുകി ഇട്ടിരിക്കുക, വേണ്ടല്ലേ. തുണിയെല്ലാം കഴുകി ഇട്ടിരിക്കുവാണ്. ഞാൻ കഴിച്ച ഫുഡിൻ്റെ ആ ഒരു വേസ്റ്റാണ്. ഇവിടെ ഇടാൻ വേണ്ടി ഒരു ഡസ്റ്റ്ബിൻ പോലും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ലോക്കൽ ലോഡ്ജാണെന്ന്. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ, കറക്കം വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ ശരി, ഇനി നമുക്ക് നാളെ കാണാം.